ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നല്ല മഴയൊക്കെ ആയിട്ട് പെയ്യുന്നുണ്ട്. മാത്രമല്ല കോടയും. ഇത് നമ്മുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയ വീട്ടിൽ നിന്ന് ഏകദേശം 60ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് വേണം കോലാഹലമേട്ടിലെ വീട്ടിലെത്താൻ. നമ്മൾ തിരിച്ചു പോരുന്ന വഴികൾ അത്രയും ദുർഘടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോരുകയാണ്. വൈകുന്നേരം പൈൻ ഫോറസ്റ്റ് സന്ദർശിക്കാനാണ് ഇന്നത്തെ പരിപാടി. വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു പ്രദേശമാണ് ഇത്. കാരണം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലവും ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നതും ഈ സ്ഥലങ്ങളിലാണ്. അങ്ങനെ സതീശേട്ടൻ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. ചെങ്കൂത്തായ മലയിടുക്കിൽ കൂടി വളഞ്ഞു പുളഞ്ഞ് വരുന്ന റോഡും അതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായി കാണാം. എനിക്ക് വളരെ ദുഃഖകരമായി തോന്നിയത് വിനോദസഞ്ചാരത്തിനായി വരുന്ന സഞ്ചാരികൾ ഉപേക്ഷിച്ച ഈ വേസ്റ്റുകളാണ്. ഇതൊരു ഡസ്റ്റ്ബിനിലോ മറ്റോ ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈസിയാകുമായിരുന്നു. കോലാഹലമേട്ടെത്തി സതീശേട്ടൻ്റെ ഫ്രണ്ട് അരുണിനെയും കൂട്ടി ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയി. ഈ ഭാഗങ്ങളിലെല്ലാം അരുണിന് ഒരു പ്രത്യേക പരിചയമാണ്. കാരണം ഈ ഭാഗത്തെ മിക്ക റിസോർട്ടുകളുടെയും ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്നത് ഈ അരുണാണ്. അദ്ദേഹമാണ് നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് മുൻപ് വെൽഡിംഗ് മെഷീനൊക്കെ തന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം പാർക്കിങ്ങിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് പൈൻ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ബാറിലെ കോമ്പൗണ്ടിലാണ്. ബാർ ഉടമയായിട്ട് അരുണിന് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി സേഫായിട്ടിരിക്കാൻ അതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതും ഈ അരുൺ ചേട്ടൻ തന്നെയാണ്. കാറ് പാർക്ക് ചെയ്ത് കുടയുമെടുത്ത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കുള്ള വഴിയിലൂടെ നടന്നു. ഈ വഴികളിൽ അത്രയും തൊപ്പിയും കുടയും ടോയ്സും ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരുടെ തിരക്കാണ്. മുൻപത്തെ വീഡിയോയിൽ കണ്ട നമ്മുടെ ശ്രീകുട്ടൻ്റെ അമ്മമ്മ ഇവിടെ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ ഗേറ്റ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അരുൺ ചേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ടിക്കറ്റൊന്നും എടുക്കേണ്ടി വന്നില്ല. ഏതായാലും സതീശേട്ടൻ തിരഞ്ഞെടുത്ത പൈൻ ഫോറസ്റ്റിലെ ഈ സമയം നല്ലൊരു അനുഭവമായിരുന്നു. അത്രയും കോടയിൽ മുങ്ങി നിൽക്കുന്ന പൈൻ മരത്തിൻ്റെ ഇടയിലൂടെ നടക്കാൻ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു.
ഞങ്ങൾക്ക് മുൻപ് വന്നവരത്രയും മഴ നനഞ്ഞ് ആണ് തിരിച്ചു വരുന്നത്. ഈ ഇടുക്കിയുടെ കാലാവസ്ഥ എങ്ങനെയാണ്? മഞ്ഞും മഴയും എപ്പോൾ വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അരുൺ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വർക്ക് സംബന്ധമായിട്ട് എന്തോ ഒരു ഫോൺ കോളിൽ തിരക്കിലാണ്. നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കൾ ഹണിമൂണിന് പോകുന്ന വധൂവരന്മാരെ പോലെ ഹഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരേ നടപ്പ് തന്നെയാണ്. നിലത്ത് വിരിച്ചിരിക്കുന്ന ഈ കരിങ്കൽ പാളികളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഇവിടം വരെയുള്ളൂ. ബാക്കി താഴോട്ട് അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. നടന്ന് അവസാനം ഞാൻ പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു എൻഡ് ഭാഗം കണ്ടുപിടിച്ചു. ഇനി തിരിച്ചു നടക്കണം. ഇന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇടുക്കിയിലെ അത്ഭുത കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒത്തിരി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.